അപ്പൊ എന്താ പരിപാടി? എന്താ ഞാൻ ഇന്ന് രോഹിത്തിന് എനിക്കും അനോണിമസ്ലി അല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാണ്ട് ഒരു ഗിഫ്റ്റ് വാങ്ങും. ഒരു ചെറിയ സാധനം മേടിക്കും. നമ്മൾ എന്നിട്ട് അത് ഒരു ഡിന്നർ ഡേറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ കൈമാറും. എവിടെന്നാ മേടിക്കുന്നപ്പോ? മിനിസോ. അപ്പൊ നീ ആദ്യം പോയി മേടിച്ചിട്ട് വാ, എന്നിട്ട് ഞാൻ മേടിച്ചിട്ട് വരാം. ഓക്കെ. വെസ്റ്റ് സൈഡിൽ ഒരു വൈറ്റ് ടീഷർട്ട് നോക്കിക്കോ. ആർക്ക്? നിനക്ക് വേണ്ടിട്ടോ? ഓ, എനിക്ക് വേണ്ടിട്ടോ. അപ്പം നമുക്ക് രോഹിത്തിന് ഗിഫ്റ്റ് വാങ്ങാം. പക്ഷേ ഈ മിനിസോ മോർ ഗേളി കൈൻഡ് ഓഫ് പ്ലേസ്. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ ഇവന് പറ്റിയ ഗിഫ്റ്റ് ഇവിടെ കിട്ടുമോയെന്ന്. ലെറ്റ്സ് സീ. ചായ കുടിക്കാനുള്ള ഗ്ലാസ് വാങ്ങാമെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി പെണ്ണുങ്ങൾക്കുള്ള സാധനമാണ് കേട്ടോ. പൂക്കി കൈൻഡ് ഓഫ് സാധനങ്ങളാണ് ഉള്ളത് കൂടുതലും. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ അവൻ എന്താ ഇവിടുന്ന് മേടിക്കണ്ടേന്ന്. നമുക്ക് പിന്നെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ഒരു 1000 rupees നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റ്. ദിസ് ലുക്സ് നൈസ്. മേടിക്കാമെന്നാണ് ഞാൻ വിചാരിക്കണത്. ഇവിടുത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് വാങ്ങണോ രോഹിത്തിന് വാങ്ങണോ എന്നുള്ള കൺഫ്യൂഷനില്ല. ഷോപ്പിംഗ് ഇതൊന്ന് റേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ എന്നിട്ട് മിനിസോയിൽ കാണും. കുപ്പിയൊക്കെ ഓൾറെഡി ഉണ്ട്. പക്ഷെ ലഞ്ച് ബോക്സ് വേണമെന്ന് ഒരിക്കൽ പറഞ്ഞായിരുന്നു. ഇത് കളർ എന്താണെന്നും കൂടി അറിയില്ല. ഇത് തലേ വയ്ക്കുന്ന ക്ലിപ്പാണോ? തലേ വയ്ക്കുന്ന ക്ലിപ്പല്ലെന്ന് തോന്നുന്നു. തലയിൽ വെക്കാനൊരു സാധനം വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് ഓ, ഹെയർ ടവലാണ്. സോറി, ബ്രഷ് മേടിച്ചാലോ? പല്ലേക്കട്ടെ. പെർഫ്യൂം മേടിക്കാം. അതാകുമ്പോൾ എനിക്കിവിടെ യൂസ് ചെയ്യാമല്ലോ. 1000 ബഡ്ജറ്റ്. അപ്പം 1000-നുള്ളിൽ നിൽക്കണം. ഇതൊന്നെടുക്കാം. 170. ഒരുപാടെണ്ണം മേടിക്കാം. അപ്പോൾ ഒരുപാട് ഗിഫ്റ്റ് മേടിച്ച പോലെ ആവുമല്ലോ. എനിക്ക് ആക്ച്വലി മിനിസോന്ന് അവന് ഇഷ്ടപ്പെട്ട ഒരു സാധനം എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ അവന് വേറെ സ്ഥലത്തൊന്നും കൂടി മേടിക്കാമെന്ന് വിചാരിച്ചു. സർപ്രൈസായിട്ട് ഞാൻ രോഹിത്തിന് കാറ് മേടിച്ചു. കാരണം മിനിസോന്ന് എനിക്കൊന്നും വർക്കായില്ല. നോട്ട്സൊക്കെ എഴുതാൻ യൂസ് ചെയ്യാമല്ലോ. ഇതെന്താണെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. ഇത് വേണമെങ്കിൽ മേടിക്കാം. സ്ലീപ്പ് മാസ്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഈ സാഹചര്യത്തിൽ. കാരണം നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് രാവിലെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഈ മാസ്ക് യൂസ്ഫുൾ ആയിരിക്കും. കിട്ടി. ഇത് മേടിക്കാം. ഇത് നല്ലതായിരിക്കും. മിക്കവാറും എനിക്ക് ഇതായിരിക്കും മേടിച്ചിട്ടുണ്ടാവുക. വണ്ടിയാണ് മേടിച്ചത് ഉറപ്പാ. ഇത് മേടിക്കാം. ഇത് ഭംഗിയുണ്ട്. ഏതെങ്കിലും ഒരു ക്ലിപ്പ് മേടിക്കാമായിരുന്നു. താങ്ക് യു. അതെങ്ങനെ? ആ ചേച്ചി പറഞ്ഞു എന്റെ ഡ്രസ്സിന് ഇതാ ചേർച്ച. എന്റെ കമ്മൽ ആ ചേച്ചി കവറിലാക്കി തന്നിട്ട് ഇത് ഞാൻ എന്നിട്ട് ആ ചേച്ചിയെ കവറിലാക്കി ചേച്ചി എടുത്താ കമ്മല്. സ്വർണ്ണ കമ്മല്.
മേടിച്ചു ഞാൻ. എൻ്റെ 940. നിന്റെയോ? 1100. എടി അപ്പൊ തോറ്റു നീ. 1000ന്റെ ഉള്ളിലാണ് ബഡ്ജറ്റ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഗിഫ്റ്റ് മേടിച്ചു, രണ്ടുപേരുടെയും അനോണിമസ് ഗിഫ്റ്റ്. ഞാൻ എൻ്റെ കമ്മലും ഒന്ന് മാറ്റി. Are you ready? Excited? ഇപ്പൊ ഞാൻ മേടിച്ചതാ. അപ്പൊ നീ നോക്കണേ, നോക്കിട്ട് ഓരോന്നായിട്ട് പറയണം, എന്നിട്ട് ഞാൻ നോക്കാം. ഇത് ഡയറി, നിനക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി കുത്തിക്കുറിച്ച് വയ്ക്കാം. ഇതൊരു പെർഫ്യൂം. ഒന്നും കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ വെറുതെ. അടിയാത്ത പെർഫ്യൂമാണ് ശരിയാ. നല്ല മണമുണ്ട്. എനിക്ക് തന്നെ ഇതൊക്കെ ആണോ? അത് നീ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ആയതുകൊണ്ടേ നിനക്കത് യൂസ് ആവുമെന്ന് എനിക്ക് മനസ്സിലായി. ഫേസ് മാസ്ക്, ക്ലിപ്പ്. കൊള്ളാ. ഇത്ര ആ ഫണ്ടിന് എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചും കൂടെ നിനക്ക് ഏറ്റവും യൂസ്ഫുൾ. അതെ മോളെ, നീ എന്താ വിചാരിച്ചതിനെ കുറിച്ച്? ഓക്കെ, ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെനിക്കാണേ. അയ്യോ വെക്കാണോ? ഓക്കെ, അത് ഉദ്ഘാടനം ചെയ്തോ അതിന്റെ? വണ്ടിയുടെ ഒച്ച ഉണ്ടാവും കേട്ടോ. ഒന്ന് തിരിഞ്ഞു കാണിക്കത്, എന്നാലേ കാണാൻ പറ്റുള്ളൂ. ഓ മോനെ, സീൻ ട്ടോ, അടിപൊളി. ഞാൻ മേടിച്ചോണ്ട് പറയാല്ലോ കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. ഇതിന്റെ പേര് ക്രഞ്ചി എന്നല്ലേ? ഞാൻ ക്രഞ്ചിനാണോ ഞാൻ മറ്റേ ക്രഞ്ചി. ഓക്കെ, ഇനി ഞാൻ പൊട്ടിക്കട്ടെ എന്റതും. ഇത് എവിടെ നിന്ന് മേടിച്ചു? ഇത് മിനിസോ പ്രോഡക്റ്റ് അല്ലല്ലോ. ഞാൻ ചീറ്റ് ചെയ്തു, കാരണം മിനിസോയില് ബോയ് പ്രൊഡക്ട്സ് ഞാൻ കണ്ടില്ല. ഒരു തുറക്ക ഇനിയുണ്ട്. കണ്ണാടയൊക്കെ ഉണ്ട്, നിന്നെ പോലെ ഉണ്ട് കാണാൻ. നീ എപ്പോഴും കണ്ണാട വെക്കണ പോലെ. ശരിയാട്ടോ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എപ്പോ മേടിച്ചു? ഞാൻ പോയ സമയത്ത് നീ മേടിച്ചു അല്ലേ? ആക്ച്വലി ഞാൻ നിന്റെ അടുത്ത് എവിടെയെങ്കിലും മാറി നിൽക്കാൻ പറഞ്ഞത് എന്റെ പ്ലാൻ തന്നെ ഇത് മേടിക്കാൻ വേണ്ടിട്ടായിരുന്നു. ഈ കാർസ് എവിടെ ഉപയോഗിക്കാൻ പറ്റും? ഇത് എവിടെ തൂക്കാം? എവിടെ വേണമെങ്കിൽ തൂക്കാം. ഈ കാർസ് മേടിക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ഇഷ്ടപ്പെട്ടു. ആ കാർ തന്നെയാണ്. രണ്ട് കാർ ഉണ്ടായിരുന്നു ഒരുപോലത്തെ. പിന്നെ എന്താ വെച്ചാൽ നിനക്ക് മറ്റേ ഓപ്പൺ ആയിട്ടുള്ള കാർസ് ഞാൻ കണ്ടിട്ടില്ല, അപ്പൊ ഞാൻ വിചാരിച്ചു അത് മേടിക്കാം. ട്രക്കാണ് സീൻസ് ആണ് കേട്ടോ. ആ ചേട്ടന്റെ അടുത്ത് കവർ ചോദിച്ചു മേടിച്ചു. ആ ചേട്ടൻ കവർ വേണോ ചോദിച്ചു. ഞാൻ വേണം. ഓ, ഇത് ഞാൻ അറിയാണ്ടിരിക്കാനല്ലേ? അല്ലെങ്കിൽ ഇത് മാത്രം മേടിച്ചു വന്നാൽ നീ കാണില്ലേ എന്റെ കയ്യില്? നീ ഇങ്ങനെയാ, നമ്മള് വീട്ടിൽ പോകുമ്പോ ഇങ്ങനെ ഒരു ബാഗും ഉണ്ടാവും. ഈ ബാഗ് നിന്റെ സാധനങ്ങളൊക്കെ ഉള്ള ബാഗല്ലേ, എന്നിട്ട് നീ എന്നെ ഇങ്ങനെ. അപ്പോൾ എൻ്റെ രോഹിത്തിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വാലന്റൈൻസ് ഡേ, ഒരുമിച്ചുള്ള ആദ്യത്തെ വാലന്റൈൻസ് ഡേ ഇങ്ങനെയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളൊരു ഗ്രീൻസ് പിസ്സേരിയയിലാണ് നമ്മൾ പോയിട്ടുണ്ടായത്. അപ്പോൾ പിസ്സയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായി നമ്മൾ. അതിൻ്റെ ഇടയിൽ ഈ മേടിച്ച ട്രക്കും മറ്റേ കാറൊക്കെ രോഹിത്തൊന്ന് ഓടിച്ച് അതേ കൂടെയൊക്കെ അതിൻ്റെ വർക്കിംഗ് കണ്ടീഷനൊക്കെ നോക്കുമായിരുന്നു. പിന്നെ നമ്മളുടെ പിസ്സയൊക്കെ വന്ന് നമ്മൾ പിസ്സയൊക്കെ കഴിച്ച് നമുക്ക് കഴിച്ച് തീർക്കാൻ പറ്റാത്ത പിസ്സ നമ്മൾ ടേക്ക് അവേ എടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.